അങ്ങനെ ബിഗ് ബോസിൻ്റെ പ്രമോയുടെ സത്യം ദേ ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദിലയുടെ പുറത്താക്കൽ നാടകം വെറും പ്രാങ്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഷാനവാസിന് കൊടുത്തിരിക്കുന്ന ഒരു സീക്രട്ട് ടാസ്ക് മാത്രമാണ്. അതിനകത്തൊരു സത്യവുമില്ല. അപ്പം ഞാനും എല്ലാവർക്കും ചിന്തിച്ച് കാണും. ബിക്കോസ് ആദിലയുടെ പേര് പറയാൻ സാധ്യതയില്ല. അവളെ പറയുവാണെങ്കിൽ എല്ലാവരും അനുമോളെയോ അനീഷേട്ടനെയോ പറയത്തുള്ളൂ. വേറെ ആരുടെയും പേര് പറയാൻ സാധ്യതയില്ല. പക്ഷേ എന്തുകൊണ്ട് ആദില വന്നു എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ബിക്കോസ് പുറത്ത് ആദിലെക്കാട്ടും കൂടുതൽ സപ്പോർട്ട് മറ്റു പലർക്കും ഉണ്ടെങ്കിലും ഉള്ളിൽ നമ്മുടെ അനുമോളെയും ഷാനവാസിനെയും അല്ലെങ്കിൽ അനീഷിനെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് കളിച്ചിട്ട് അവർ ചെയ്യത്തേ ഉള്ളൂ. അതൊരിക്കലും അതിലാവാൻ വഴിയില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഡൗട്ട് ക്ലിയർ ആയിരിക്കുകയാണ്. ഷാനവാസിന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളൊരു ടാസ്ക് മാത്രമാണിത്. അപ്പം കുറേ പേരൊക്കെ സന്തോഷിച്ചു ഇത് കണ്ടിട്ട്. എന്നാലും പറയുവാണ്, ഷാനവാസിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുകയാണ് 6 പേര് ആദിലേക്ക് വോട്ട് ചെയ്യണം. അതായത് ഷാനവാസ് ഒരാളെ ചൂസ് ചെയ്യണം. ഷാനവാസ് ചൂസ് ചെയ്തത് ആദിലാണ്. അപ്പം 6 പേര് ആദിലേക്കെതിരായിട്ട് വോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് ടാസ്ക് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. അതായത് ഷാനവാസിൻ്റെ സീക്രട്ട് ടാസ്ക് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഇഷ്ടമുള്ള ഒരാളെ, വിശ്വസ്തരായ ഒരാളെ ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഷാനവാസ് ലക്ഷ്മിയുടെ പേരാണ് പറയുന്നത്. പക്ഷേ ലക്ഷ്മിയും ഷാനവാസും മാത്രം വോട്ട് ചെയ്താൽ പോരല്ലോ, വേറെ ആൾക്കാരും വേണം. അപ്പം ഷാനവാസ് വേറെ ആരെങ്കിലും ഇതിനകത്ത് കൂടെ കൂട്ടുന്നുണ്ടെന്നോ നമുക്കറിയത്തില്ല. പക്ഷേ അനീഷ് ഇവിടെ നിന്ന് വളരെ ജെനുവിനായിട്ടാണെന്ന് തോന്നുന്നു ആര്യൻ്റെ പേര് പറയുന്നത്. ആര്യൻ്റെ പൈസ കൊണ്ടും PR-ൻ്റെ ബലത്തിലുമാണ് ആര്യൻ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യൻ ആദിലയുടെ പേര് പറയുന്നു. കാരണം ഏറ്റവും കൂടുതൽ ആർക്കാണോ വോട്ട് കിട്ടുന്നത് അവരല്ലേ പോകേണ്ടത്. അപ്പം ഒബ്വിയസ്ലി ആദിലേക്ക് കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ആര്യനും ആദിലയുടെ പേര് പറയുന്നുണ്ട്. അതും ഇനി ഷാനവാസ് ആര്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ഷാനവാസ് ഒരു സീക്രട്ട് ഗെയിം പൊളിച്ച് കൊടുത്തതിന് ബിഗ് ബോസായിട്ട് കരുതിക്കൂട്ടി കൊടുത്ത ഒരു ടാസ്ക്കാണ് അത്. ഷാനവാസ് നന്നായിട്ട് ചെയ്യുമോ ഇല്ലയോ, ആരുടെ അടുത്തൊക്കെയാണ് ഷാനവാസ് ഇത് പറയുന്നത്, ആരൊക്കെയാണ് ആദിലേക്കെതിരെ വോട്ട് ചെയ്യുന്നത്, ജെനുവിനായിട്ട് വോട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്, ഷാനവാസ് പറഞ്ഞിട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.